നമസ്കാരം. നമസ്കാരം മോനെ. പേരെന്തായിരുന്നു? പ്രസന്ന ചന്ദ്രൻ. ഇപ്പോ ഈ അമ്മ ഈ ഒരു നാട്ടിൽ വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഞാൻ 23 വയസ്സിൽ വന്ന് 68 വയസ്സായി എനിക്ക് ഇന്നേ വരെ. ഇപ്പോ ഈ ഒരു വെള്ളക്കെട്ട് അതിരൂക്ഷമായിട്ട് മാറിയിരിക്കുകയാണ്. ഇത് എല്ലാ സമയങ്ങളും മഴക്കാലത്ത് മാത്രമാണോ ഇവിടെ? മഴക്കാലത്തല്ലേ, എന്നും വെള്ളമാണ്. ഇതിന് ഒന്നും ചെയ്തു തരാൻ ഒരാളും ഇല്ല മോനെ. ഇത് ഇതിനു മുന്നേ പല ആളുകളടുത്തും പറഞ്ഞിട്ടില്ലേ? പല ആളുകളോടും പറഞ്ഞിട്ടുണ്ട്. പല ആളുകളോടും പറഞ്ഞെങ്കിൽ നോക്കി വഴിയില്ല, ഒരു നടന്നു പോകാനുള്ള ഒരു വഴിയെങ്കിലും ഒന്ന് ശരിയാക്കി തരണ്ടേ, അതില്ല. പിന്നെ എന്തെന്നാണ് ഇവരോടൊക്കെ പറയണത്? അവരെന്താ പറയുന്നത്? എന്താ മറുപടി എന്താ പറയുന്നത്? അവര് പറയണ ഇവിടെ കേസാണ്, കാര്യങ്ങളാണ്, അങ്ങനെ കിടക്കുകയാണ്. ഇത് കേസാണ് കാര്യങ്ങളാണെങ്കിൽ നമുക്ക് നടന്നുള്ള ഒരു വഴി ശരിയാക്കി തന്നൂടെ? എനിക്ക് ഒരു ലൈറ്റ് ഇട്ട് തന്നൂടെ? എനിക്ക് ഞാൻ ഇവിടെ ഈ കിടക്കണത് കണ്ടാലില്ലേ, അത്രയും ഞാൻ ആരോടും പറയാനില്ല. എനിക്ക് ഞാനിപ്പോ ഈ വിഷമം കൊണ്ട് പറയണേ, ഇത് പറയണേന് എന്താണ് വന്നെന്ന് അറിഞ്ഞൂടാ. അത് വന്നെ ഞാൻ നേരിട്ടോളാം. അത് തന്നെയൊക്കെ ഇതെല്ലാം വയ്പ്പുണ്ട്. ഇപ്പോ ഈ നമ്മുടെ മുനിസിപ്പാലിറ്റി, ഏകദേശം കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി 50 വർഷമായിട്ട് ഇവിടെ CPM ആളുകൾ LDF തന്നെയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവരുടെ നേതാക്കന്മാരൊക്കെ വോട്ട് ചോദിക്കാൻ വരുന്ന സമയത്ത് അവരോട് ഇത് പറയുന്ന സമയത്ത് അവരെന്താ പറയുന്നത്? അവർ ചെയ്തു തരാന്ന് പറഞ്ഞിട്ട് പോകും. ഇത്രയും വർഷം, ഈ 19 വർഷമായിട്ട് തന്നെ ഞാൻ കുറച്ചൊന്നും അല്ല, അവന് 23 വയസ്സിൽ വന്നു. ഇപ്പൊ എനിക്കാണ് ഈ പറഞ്ഞത് 68 വയസ്സ് ഇപ്പൊ കഴിയും. എനിക്ക് 69 ഉറക്കും ഇന്നേ വരെ. അന്ന് മുതൽ ഇത്രയും വർഷമായിട്ട് ഈ വെള്ളത്തിന് ദുരിതമനുഭവിക്കുന്നു. അന്ന് തുടങ്ങിയാണ്. ഇപ്പൊ ഇത് വന്നിട്ട് എനിക്ക് ടെൻഷനായിട്ടില്ലേ? ആൾക്കാർ പറയണ എന്ത് പറയുന്ന, നിങ്ങൾക്ക് എവിടെയെങ്കിലും പോയിക്കൂടെ? പോയി വരുമ്പോഴേക്ക് താകെ നശിഞ്ഞ് അപ്പുറമൊക്കെ കാണണം പേര. എന്റെ ഒരാളോടും പറഞ്ഞിട്ട് കാര്യമില്ല, ഒരാളോടും. ഇപ്പൊ ഈ പരിസരത്ത് നിന്ന് ചില ആളുകളൊക്കെ ഈ വീട് ഉപേക്ഷിച്ച് പോയിട്ടുണ്ടോ? ഈ പ്രാവശ്യം പോയിട്ടില്ല. 18-ൽ അങ്ങ് എല്ലാരും പോയി. അത് കഴിഞ്ഞ് കുറെ വെള്ളം വന്ന് ഞങ്ങളുടെ പേരുടെ ഒപ്പം വരെയും വന്ന്. എന്നാലും കട്ടിലൊക്കെ ഉണ്ടല്ലോ എന്ന് ഓർത്ത് അവിടെ നിന്ന് 3 ദിവസം വെള്ളം ഉണ്ടായിരുന്നു. എല്ലാവരോടും വിളിച്ചു പറഞ്ഞു വെള്ളം വരുമോ എന്ന് ചോദിച്ചാൽ വരൂല്ല, അത്രേ വരുവുള്ളൂ എന്ന് പറഞ്ഞു. എന്നാലും പേടിച്ചിട്ട് ഒരാളും കൂടി കൂട്ടുണ്ടെങ്കിൽ നമുക്ക് സാരമില്ല മോനെ. അപ്പൊ ചോദിക്കാൻ നിങ്ങൾക്ക് പോയിക്കൂടെ എന്നാ ചോദിക്കുള്ള ആളുകൾ. അങ്ങനെ പോയാൽ നമ്മുടെ നശിച്ചു പോകൂലേ? അതിന്റെ പേരിൽ പോലും ഞാനിത് പറയണേ. ഇപ്പൊ ഈ മഴക്കാലമല്ലാത്ത സമയങ്ങളിൽ ഉപ്പുവെള്ളം വീടിന്റെ ഈ മുറ്റത്ത് ഇതുപോലെ ഈ സമാന സാഹചര്യം ഇതേപോലെ തന്നെ കയറും. ഇത് പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ടാകെ പെരയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ അപ്പുറം വന്ന് നോക്കിയാലേ അതൊക്കെ കാണാൻ പറ്റുള്ളൂ. ഉള്ളും എന്റെ ജനലൊക്കെ ഉള്ളിൽ നോക്കി കണ്ടിട്ട് മോനെ ഒന്ന് പറഞ്ഞ ഇഴക്കൊള്ളിയെ ഇവിടെ. ഈ ഇതുപോലെ തന്നെ ഈ വീട് പൊട്ടിപ്പൊളിയുന്ന സമയത്ത് ഇതിനെന്തെങ്കിലും പേച്ച് വർക്കിന് അങ്ങനെ എന്തെങ്കിലും പൈസ ഇവിടെ വന്ന് പാർത്തിട്ട് എനിക്ക് പെരക്കായിട്ട് ഒന്നിനും കിട്ടിയിട്ടില്ല. ആകെ 20,000 രൂപ അറ്റകുറ്റപ്പണിക്കെന്നും പറഞ്ഞ് റിപ്പയറിങ്ങിന് തന്ന്. അത് തന്നതിന്റെ പേരിൽ ഇനി ഒന്നുമില്ലെന്ന്. അത് എന്നാണ് തന്നത്? അത് തന്നിട്ട് ഇപ്പൊ ചേട്ടൻ മരിച്ചതിനൊക്കെ, ചേട്ടൻ മരിച്ച 18 കൊല്ലം കഴിഞ്ഞ് മരിച്ചിട്ട്. മരിച്ചതിന് ശേഷം തന്ന എത്ര കൊല്ലം എന്ന് പറഞ്ഞു? 16-17 വർഷം എന്തായാലും ആയിട്ടുണ്ടോ? അത്രയുമായിട്ടുണ്ടല്ലോ, 10-16 കൊല്ലമായിട്ടുണ്ടാവും. അപ്പൊ ഒന്നുമില്ലെന്നാണ് പറയണത്. പിന്നെ ഞാൻ 18-ൽ വെള്ളം വന്നപ്പോ എല്ലാവർക്കും ഇവിടെ ഞങ്ങൾ താലൂക്കില് എറണാകുളത്തെ മോനെ എന്തെന്നാ താലൂക്കിലല്ലേ, അവിടെ 7 പിന്നെ ഈ പ്രാവശ്യം അവർ വിളിച്ചപ്പോ ചെന്ന് അവിടെ പാസ്സായി 50,000 രൂപ പാസ്സായി കിടപ്പുണ്ട് മുനിസിപ്പാലിറ്റിയിൽ. ആ പൈസ എങ്കിലും തന്നാ എനിക്ക് ഈ പേര് എന്തെങ്കിലും കാണിച്ചെടുക്കായിരുന്നു. അത് ചോദിക്കുമ്പോ പറയണെന്താണ് ഒന്നുമില്ല, മുനിസിപ്പാലിറ്റിയിൽ ആകെ കടം, മുനിസിപ്പാലിറ്റിയിൽ ഒന്നുമില്ലെന്ന് പറയണത്. ഇനി ഇന്ത്യ ആരോട് ചോദിക്കും? ഇത്ര മാത്രമേ ഉള്ളൂ എനിക്ക് പറയാം. അധികാരികളോട് എന്താ പറയാനുള്ളത് ഈ ഒരു സമയത്ത്? നിങ്ങൾ ഈ ഗ്രാമം മുഴുവൻ ഇതുപോലെ വെള്ളം കയറി കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പൊ ഇവിടെ ഈ ചുറ്റുപാട് ഇങ്ങനെ തന്നെയാണ്. ഈ ചുറ്റുപാട് ഇപ്പൊ മോൻ പോകുന്നില്ലേ, ഇവിടെ നിന്ന് അങ്ങാട് കോളനിപ്പരയാണ്. അവർക്കൊന്നും അത്രയും കുഴപ്പമില്ല. ഞാൻ എന്ന് പറഞ്ഞാൽ ഒരാള് ഇവിടെ വെറുതെ ഇവിടെ ആരും അതിന് പറയാനും എടുക്കാനും ആരും ഇല്ല മോനെ. ചുറ്റുപാട് പിന്നെ നിന്നാ പറയണം, നമ്മളെ കുറ്റപ്പെടുത്തും നമ്മ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ. സമയത്ത് നമ്മളെല്ലാവരും കരുതും മഴക്കാലത്ത് മാത്രമുള്ള ഒരു സാഹചര്യമാണെന്നുള്ള രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കും. ഒരിക്കലുമല്ല. ഇത് പൂർണ്ണമായിട്ടും പുഴയോര മേഖലയായിട്ടുള്ള പ്രദേശങ്ങളാണ്. നമ്മൾ പലപ്പോഴും മാധ്യമങ്ങളിൽ കാണുന്നത് ആലപ്പുഴ, കുട്ടനാട് പോലെയുള്ള പ്രദേശങ്ങളിൽ ഇതുപോലെ വെള്ളക്കെട്ട് രൂക്ഷമായി നിൽക്കുന്ന ഒരു സാഹചര്യം. പക്ഷേ ഇവിടെ വെള്ളക്കെട്ട് എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് മാത്രമല്ല, പല പ്രധാനപ്പെട്ട സമയങ്ങളിൽ എല്ലാ മാസത്തിലും ഈ വേലിയേറ്റം എന്നുള്ള ഒരു അവസ്ഥ അത് വലിയ രൂക്ഷമായിട്ട് വരുന്നൊരു പ്രദേശം കൂടിയാണ് ഈ കക്കമാടൻ തുരുത്ത് എന്ന് പറയുന്ന കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലെ 22-ാം വാർഡ്. അപ്പോൾ ഇവിടെ വർഷങ്ങളായിട്ട് ഈ ഒരു വാർഡിൽ LDFും അതോടൊപ്പം തന്നെ UDFും പല സാഹചര്യങ്ങളിലും മാറി മാറി ജയിച്ചു പോകുന്നൊരു വാർഡ് കൂടിയാണ്. കൂട്ടത്തിൽ ഇപ്പോൾ LDFിൻ്റെ ഒരു വാർഡ് കൂടിയാണ്. കൂടാതെ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയുടെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 50 വർഷത്തോളമായിട്ട്
ഇവിടെ CPM ഭരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി കൂടിയാണ്. അപ്പോൾ ഇവിടെ കൊടുങ്ങല്ലൂരിൻ്റെ ഒരു അവസ്ഥ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ജനങ്ങളുടെ വലിയ രീതിയിലുള്ളൊരു എതിർപ്പ് ഇപ്പോഴത്തെ ഒരു ഭരണകൂടത്തിനെതിരെ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. പല സാഹചര്യങ്ങളിൽ ഇവിടുത്തെ ജനങ്ങൾ പല ഘട്ടങ്ങളിലായിട്ട് വാർഡ് സഭ കൂടുന്ന സമയത്തും അതോടൊപ്പം തന്നെ പല സമയങ്ങളിലും ഈ അധികാരികളെ രേഖാമൂലം ഈ ഒരു വിഷയങ്ങളൊക്കെ കൊടുത്തിട്ട് അവരെ മുന്നിലേക്ക് വെച്ചിട്ടും ഒരു തരത്തിലുള്ള പരിഹാരം കാണാൻ അവർ മുന്നോട്ട് വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ MLA ആയിട്ടുള്ള VS സുനിൽകുമാർ, അദ്ദേഹം ഇവിടെ 2 വട്ടം കൊടുങ്ങല്ലൂരിൽ നിന്ന് വിജയിച്ച് നിയമസഭയിലേക്ക് പോയ ഒരാളാണ്. ഇപ്പോൾ ഏകദേശം 9 വർഷമായിട്ട് അദ്ദേഹമാണ് കൊടുങ്ങല്ലൂരത്തെ MLA. വോട്ട് ചോദിക്കുക എന്നുള്ള ഒരു അവസ്ഥയല്ലാതെ ഇന്നേ വരെയും ഒരു സാഹചര്യത്തിലും ഈ പറയുന്ന വ്യക്തിയൊന്നും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണെന്നുള്ളത് തന്നെയാണ് ഇവിടെയുള്ള അമ്മമാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ഒരു പരിമിതി വെച്ചുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും നമ്മൾ പോകുന്നത്. പല സ്ഥലങ്ങളിലേക്ക് നമുക്ക് കയറാൻ പോലും പറ്റാത്ത ഒരു സിറ്റുവേഷനുണ്ട്. അപ്പോൾ ഇവിടെയുള്ള MLA ഒക്കെ ഇനിയെങ്കിലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള കുറച്ച് സമയത്തിനുള്ളിലെങ്കിലും ഇവിടുത്തെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം ഇതിനോടകം തന്നെ ചെയ്യാൻ, സഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളക്കെട്ടിൻ്റെ ഒരു പരിഹാരവും അതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള പല വീടുകളും വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയിലാണല്ലോ. ഇത് വീട് ഉപ്പുവെള്ളം കയറിയിട്ട് തന്നെ പൊട്ടിപ്പൊളിഞ്ഞെടുക്കുന്നൊരു അവസ്ഥയാണ്. അപ്പോൾ ഈ അവസ്ഥയ്ക്കൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ അവർക്കൊരു വീടിൻ്റെ രണ്ടാമത് പുനർനിർമ്മിക്കാനും അതിനു വേണ്ടിയിട്ടുള്ള പണവും നൽകുന്ന എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ തങ്ങളുടെ രാഷ്ട്രീയക്കാർക്ക് മാത്രം സഹായിക്കുന്ന അല്ലെങ്കിൽ തങ്ങളോടൊപ്പം നിൽക്കുന്ന ആളുകളെ മാത്രം സഹായിക്കുന്ന ഒരു മാനസികാവസ്ഥ അത് ഇനിയെങ്കിലും ഇടതുപക്ഷ ഭരണകൂടം കൊടുങ്ങല്ലൂരിൽ നിന്ന് മാറ്റണം എന്ന് മാത്രമേ പറയാനുള്ളൂ. അത്രയ്ക്ക് ദയനീയമായിട്ടുള്ള അവസ്ഥയാണ്. ഓരോ വീടിൻ്റെയും സിറ്റുവേഷൻ കണ്ടാൽ തന്നെ നമ്മൾക്കറിയാം. ഇതാണ്, കുറച്ചുകൂടി വെള്ളം മാത്രമേ ഉള്ളൂ വീടിൻ്റെ അകത്തേക്ക് കയറാൻ. ഇന്ന് രാത്രി വരെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വീടിൻ്റെ അകത്ത് കയറും. അപ്പോൾ ഈ ഭിത്തിയെല്ലാം കാണുന്ന സമയത്ത് നമുക്കറിയാം ഇത് മഴവെള്ളം കൊണ്ട് അല്ലെങ്കിൽ മഴവെള്ളം വരുന്നതിൻ്റെ പേരിൽ ഒരിക്കലും ഇതുപോലുള്ള ഭിത്തികളാവില്ല. അത് പൂർണ്ണമായിട്ടും ഉപ്പുവെള്ളം കയറുന്നതിൻ്റെ പേരിൽ മാത്രമാണ്. അപ്പോൾ ഇനിയെങ്കിലും ഒരു പരിഹാരം കാണാനായിട്ട് ഇവിടെയുള്ള ഭരണാധികാരികൾ, കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന ആളുകൾ ഈ കുറച്ച് സമയത്തിനുള്ളിൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെന്ന് മാത്രമാണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത്. നമസ്കാരം. കഴിഞ്ഞൊരു 50 വർഷമായിട്ട് CPM ഭരിക്കുന്ന കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലെ 22ാം വാർഡായിട്ടുള്ള കക്കമാടംതുരുത്തിലെ വീടുകളുടെ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത്. വലിയ തരത്തിൽ തന്നെ പുഴയിൽ നിന്ന് വേലിയേറ്റം കയറി ഉപ്പുവെള്ളവും അതോടൊപ്പം തന്നെ മഴക്കാലത്ത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, വളരെ ദയനീയമായിട്ടുള്ള സ്ഥിതിയാണ്. അപ്പോൾ ഉപ്പുവെള്ളം കയറി ഓൾറെഡി ഇവരുടെ എല്ലാം വീടുകൾ നശിച്ച് നിൽക്കുന്നൊരു സിറ്റുവേഷനാണ്. ഇതിനൊരു പ്രത്യേകിച്ച് ഇതൊന്ന് പേച്ച് വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഇതുപോലെ വെള്ളം കയറി ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുടെ അവസ്ഥയൊന്ന് പരിഹരിക്കാനോ ഇത്രയും കാലമായിട്ട് ഇവരാരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഒരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യം. പല ആളുകളും അവരുടെ വീടുകളും മറ്റും ഉപേക്ഷിച്ച് പോകുന്നൊരു സിറ്റുവേഷൻ. നമ്മൾ മനസ്സിലാക്കേണ്ടത് 50 വർഷമായിട്ട് LDF ഭരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ്. വലിയ തരത്തിൽ കൊമ്പും കുഴലും വെച്ചുകൊണ്ട് ഓരോ വർഷവും വലിയ പ്രചരണമെല്ലാം നടത്തി കേരളത്തിലെ ഏറ്റവും മികച്ച മുനിസിപ്പാലിറ്റികളിൽ ഒന്നാണ് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി എന്നുള്ള രീതിയിലൊക്കെ കള്ളപ്രചരണം നടത്തുന്ന ആളുകളുടെ മുന്നിലേക്ക് തന്നെ നമ്മൾ ഈ ഒരു വിഷയം വെക്കേണ്ടതുണ്ട്. അത്രയ്ക്ക് ദയനീയമായിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെയാണ് ഇവിടെയുള്ള ജനങ്ങളൊക്കെ ഇന്ന് ജീവിച്ചു പോകുന്നത്. ഇത് പ്രത്യേകിച്ച് ഈ തീരദേശ പുഴയോര മേഖലയായിട്ടുള്ള കക്കമാടംതുരുത്ത്, ആനാപ്പുഴ പോലെയുള്ള കോട്ടപ്പുറം പോലെയുള്ള മേഖലകളിലെ ഒരു ദയനീയമായിട്ടുള്ള സ്ഥിതിയാണ്. അതിൽ ഈ കക്കമാടംതുരുത്താണ് ഏറ്റവും പ്രധാനമായിട്ട് ഇതുപോലൊരു വലിയ ദയനീയ സിറ്റുവേഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എൽത്തുരുത്ത് പോലെയുള്ള ഈ ഒരു സ്ഥലത്തിൻ്റെ സമീപ പ്രദേശങ്ങളായിട്ടുള്ള ചില സ്ഥലങ്ങളും ഇതേ സമാനമായിട്ടുള്ള സാഹചര്യത്തിലൂടെ പോകുന്നത്. ഇതിപ്പോൾ ഈ ഒരു ചെറിയ പ്രദേശം മാത്രമാണ് നമ്മളിന്ന് എടുത്തിട്ടുള്ളത്. ഈ പറയുന്ന കക്കമാടംതുരുത്തിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ മേഖലകളും ഇതുപോലെ ഈ ഒരു സമാനമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്.